എടുത്തു പറയാനാണെങ്കിൽ ഇത്തിരി കൂടെ അഭിനയം ഓരോ ഇതായിട്ട് നമ്മളിപ്പോ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഇതായിട്ടാണ്. അടിപൊളിയാണ്. കോമഡി ടൊവിനോയുടെ ആക്ടിങ് കൊള്ളായിരുന്നു. സിനിമയ്ക്കുള്ളിൽ സിനിമ അങ്ങനെയാണോ പോകുന്നത്? സിനിമയ്ക്കുള്ള സിനിമ എന്ന് വെച്ചാൽ അതായത് ഒരു ആക്ടർ, ഒരു ആരഗന്റ് ആയിട്ടുള്ള ആക്ടർ, അയാളുടെ ഒരു ജേണി, ക്യാരക്ടർ ഡെവലപ്മെന്റ്. ക്ലൈമാക്സ് ഫീൽ ഗുഡാക്കി എടുക്കാൻ നോക്കിയതാണ്. നല്ല ക്രിഞ്ച് ഹുഡായിപ്പ്, നല്ല മൂഞ്ചിപ്പോയി ക്ലൈമാക്സ്. ഒരു കോസ്റ്റ്യൂം വൈസ് ഒക്കെ സെറ്റാണ്, ലുക്ക് വൈസ് ടോവിനോ അഭിനയവും പൊളിയാണ്. പിന്നെ സൗബിന്റെ ചെറിയ സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയണെന്നൊരു ആയിപ്പോയി. സിനിമയ്ക്കുള്ള വലിയ ബോറിംഗ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഇന്റർവെല്ലിലെ കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് ആയപ്പോഴും നല്ല രീതിയിൽ ഒരു സീനുണ്ട് അനൂപനായിട്ട്, അത് നല്ല രീതിയിൽ വലിഞ്ഞ് പടം എനിക്കിഷ്ടപ്പെട്ടു. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ ഒരു റെഡ് കാർപ്പറ്റിൽ നമ്മൾ കാല് വയ്ക്കും. ഇപ്പോൾ നോർമലായിട്ട് ഒരു നടനായിട്ട് വന്നിട്ട് റെഡ് കാർപ്പറ്റിൽ കാല് വയ്ക്കുമ്പോൾ ആൾ വലിയ ആളായി എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോഴത്തേക്ക് ആരെയും വിലയില്ല, മതിപ്പില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ പടത്തിൽ കൂടെ കൊണ്ടുവന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു രീതിക്ക് ഒരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ടൊവിനോ തോമസ് എന്ന വ്യക്തി. അത് നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് കാണിച്ചിട്ടുണ്ട്. ജീൻ പോൾ ആകുമ്പോൾ അറിയാലോ, അത്യാവശ്യം ഒരു കുറച്ച് വൈബും ബാക്കി കാര്യങ്ങളെല്ലാമായിട്ടാണ് പടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അത് അതേ രീതിക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ന്യൂ ജെന്നിന് വേണ്ടിയുള്ള ചീത്തവിളി ബാക്കി കാര്യങ്ങളൊക്കെ പടത്തിൻ്റെ അകത്തുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ ആസ് എ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിക്ക് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇഷ്ടങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നടികർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, എല്ലാതരം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പടമാണ്. സിനിമയ്ക്ക് ഉള്ളിൽ ജീവിക്കുന്നതും അങ്ങനെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. എനിക്കെന്തായാലും നോർമലായിട്ട് ഇഷ്ടപ്പെട്ടു. ടൊവിനോൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം ഒരു നല്ലൊരു വൈബ് മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ഓഡിയൻസ് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല പടം, പക്ഷെ അല്ലാത്തവർക്ക് എന്തായാലും ഒരുവിധം ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. മീൻസ് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് എനിക്ക് അറിയത്തില്ല അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാൻ ആ കഥയ്ക്ക് ഉള്ളിൽ ചെന്നപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം. ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ എഴുച്ചിൽ സാധനമൊന്നുമില്ല, നല്ല ക്ലൈമാക്സ് കുറച്ചുകൂടി മോശമൊന്നല്ല, നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല നൈസായിട്ട് നല്ലൊരു ഫീലാണ്. എല്ലാവരും കണക്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. സംഭവം സൂപ്പറാണ്, അല്ല കോമഡി സൂപ്പറാണ്, ക്രിഞ്ച് അങ്ങനെയൊന്നും ഇല്ല, അടിപൊളി പടം. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്. ഇതിൻ്റെ തുടക്കം മുതലേ നല്ല അടിപൊളി കോമഡിയും നല്ല പക്ക ഗ്രാൻഡ് സിനിമയാണ്. സൂപ്പർ പൊളി പടം, കൊല്ലം പടം. അതുപോലെ പക്ക പൊളിയാണ്. പുള്ളി ഭയങ്കര സെറ്റാണ് കാണാനൊക്കെ, നല്ല പൊളി കൊള്ളാം, കൊല്ലം പടം. സെയിം ഇത് തന്നെ സംഭവം നമ്മൾ കണ്ടു മറ്റേ കൊള്ളാം. എല്ലാം കൊണ്ടും പടം ഒരു പക്ക കണ്ടങ്ങിരിക്കാന്ന്, ബോറടിയൊന്നുമില്ല. അങ്ങനെ ആദ്യം ഒരു ഫുൾ അവസാനം വരെ കണ്ടങ്ങിരിക്കാന്ന്, ഒരു ബോറിങ് അങ്ങനെയൊന്നുമില്ല, ക്രിഞ്ച് അങ്ങനെയൊന്നുമില്ല, പക്ക പൊളിയാണ്. അടിപൊളിയായിരുന്നു. കഥ സിനിമയ്ക്കുള്ളിൽ ഒരു ഇത് തന്നെയാണ്. കോമഡി ഉണ്ട്, കുറച്ച് സീരിയസ് ഉണ്ട്, എല്ലാം കൊള്ളാം. ഒരു ട്രൈ ആയിരുന്നു, ബട്ട് സ്ക്രിപ്റ്റ് ഒന്നും ഭയങ്കര വീക്കായിരുന്നു. ടൊവിനോയും അത്ര ആപ്റ്റായിട്ട് തോന്നിയില്ല. ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര പാറായിട്ടാണ് തോന്നിയത്. ആവറേജ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. ട്രെയിലറിലും ടീസറിലും കണ്ട ആ ഒരു എക്സ്പെക്ടേഷൻസ് എനിക്ക് കിട്ടിയില്ല. ഡിസപ്പോയിന്റഡ് ആണ്. കുഴപ്പമില്ല, ഒരു പടം കണ്ടിരിക്കാം. ഞാൻ മസ്റ്റ് വാച്ച് ഒന്നും പറയത്തില്ല. കൊള്ളാം. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് എന്തോ ഒരു ഫസ്റ്റ് ഹാഫിന് അത്ര എത്തിയില്ല. അപ് ടു ദ മാർക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറും അല്ലേ, കഥയും അതേപോലെ. ആകെ ടൊവിനോന്റെ ലുക്കും പിന്നെ ആദ്യത്തെ 30 മിനിറ്റ് കുറച്ച് സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്, അത് കൊള്ളാം. ഇന്റർവെൽ സീനുണ്ട്, അതോടെ എനിക്ക് മനസ്സിലായി വെറുതെ വന്നിരുന്നു പാഴായി പോയ ഒരു സിനിമ, അത്രേ ഉള്ളൂ. പോസിറ്റീവ് ആകെ ഒരു പോസിറ്റീവ് ഉണ്ട്, മ്യൂസിക്കും BGM-ഉം പിന്നെ ഇമോഷണൽ സീൻസും. ക്ലൈമാക്സിൽ കുറച്ച് ഇമോഷണൽസ്, അത് മാത്രം പോസിറ്റീവായിട്ട് പറയാം, വേറെ ഒന്നും പോസിറ്റീവ് ശരിക്കും പറയില്ല. മൊത്തത്തിൽ പടം നമുക്ക് ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ആദ്യം തുടക്കത്തിലൊക്കെ ആ ഒരു ബഡ്ജറ്റിന്റെ റിച്ച്നെസ്, നല്ല ഫ്രെയിം, മൊത്തത്തിൽ മേക്കിംഗ് അടിപൊളി. പക്ഷെ ആ ഒരു മൊമെന്റം പിന്നെ അങ്ങോട്ട് പടത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരുമാതിരി പ്ലെയിൻ ആയിട്ട് അവസാനമൊക്കെ ആയപ്പോൾ ഇത് തീർന്നില്ലേ എന്ന് തോന്നുന്നൊരു നല്ലൊരു ഇത് അങ്ങനെ പോയി ആകെ. പിന്നെ മ്യൂസിക് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. മൊത്തത്തിൽ പടം നോക്കിയ ഒരു തിയേറ്റർ വാച്ചിന് എന്ന് പറയാനില്ല, ഒരു നോർമൽ ഒരു സാധനം, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആണ്. പേഴ്സണലി അത്ര എനിക്ക് കണക്ട് ആയിട്ടില്ല ഫിലിം. പിന്നെ ചില സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആവില്ല. ചില സ്ഥലത്ത് നല്ല അപ്പായിരിക്കും, പിന്നെ ഡൗൺ ആവും, അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ആവറേജ്
അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ച്. ടോവിനോടെ ലുക്ക് മാത്രമേ ഉള്ളൂ. ടോവിനോയുടെ ലുക്കും അഭിനയമൊക്കെ കൊള്ളാം, പക്ഷെ ഫിലിം നമുക്ക് കൺവേ ആയിട്ടില്ല, അങ്ങ് ഫിലിമിലോട്ട് ഇന്നാവാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഒരു ഇതായിട്ടില്ല. ആദ്യമേ നമുക്കൊരു പടത്തിലെ ഒരു ഇന്നാവാൻ പറ്റിയിട്ടില്ലായിരുന്നു. പാടായിരുന്നു, മ്യൂസിക് എല്ലാം കൊള്ളായിരുന്നു, അഭിനയം അതിനൊന്നും കുഴപ്പമില്ല. ഒരു സംഭവം എന്തോ നമുക്ക് പടത്തിനോട് ഒരു ഇമോഷണലായിട്ട് കണക്ട് ആയിട്ടില്ല. സ്റ്റോറി അല്ല, ഡയറക്ഷൻ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ച്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ലടാ, ഒട്ടും കൊള്ളത്തില്ല. എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാൻ പോലും ഒരു എലമെന്റ് ഞാൻ കാണുന്നില്ല. ഭയങ്കര ഡിസപ്പോയിൻമെന്റ്. ടൊവിനോ ഭാവനയൊക്കെ രസമുണ്ട്, പക്ഷെ സിനിമയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പടം കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന അങ്ങനെ വലിയതായിട്ടുള്ള പടമൊന്നുമില്ല. ഒരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ടോവിനയുടെ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കോമഡികളുണ്ട്. പിന്നെ ഭാവന ചേച്ചിയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു എന്താ പറയുക, കുഴപ്പമില്ല, എന്നാലും അവർ അധികം റോളൊന്നുമില്ല, എന്നാലും ആ ഒരു ചെറിയൊരു റോള് നല്ലവണ്ണം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനയുടെ ലുക്ക്, അത് നമ്മളെ മലയാളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനയുടെ ലുക്ക് വേറെ ലുക്കാണ്. ആ ലുക്ക് ഇനി ആർക്കും കൊടുക്കാൻ പറ്റില്ല, പൃഥ്വിരാജിനാലും പറ്റൂല. മനസ്സിലായില്ലേ? നമ്മുടെ തമിഴിലെ വിക്രത്തിന്റെ ലുക്ക് എങ്ങനെയാണ്, അതേപോലെയാണ് മച്ചാന്റെ ലുക്ക് എന്ന് പറയുന്നത്. വേറെ ലെവല് ലുക്കാണ് മച്ചാൻ പടത്തിൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടം അത്ര പോരാ. നമ്മളെ ഹണീബി പോലെ വന്നിട്ടില്ല. ഹണീബി പോലെ ഒരു എനർജി വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഹണീബി പോലെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ആരാട്ടണ്ണായി എന്നെ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അവന് എന്തോന്ന് യോഗ്യതയാണ് ഇരിക്കണത്. 2000 രൂപ അവന് കൊടുത്ത് അവന് എന്തൊരു യോഗ്യത ഇരിക്കണം, അവന് 2000 രൂപ കിട്ടണമെന്ന് പറയാനായിട്ട്. വലിയ യോഗ്യത ഇരിക്കണം. അവൻ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറാണ്, അല്ലെങ്കിൽ അവൻ എന്താണ് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അവന് ഡാൻസ് അറിയാമോ, പാട്ടറിയാമോ, അവനൊരു കുന്തം അറിഞ്ഞുകൂടാ. പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പോവേണ്, കൊച്ചിക്ക് പോവേണ് കൊടുക്കാനായിട്ട്. നമ്മളെ കേരളമല്ല, നമ്മൾ എന്തിനു മേടിക്കുന്നു? അതിന്റെ ആവശ്യം എന്തിന്? ഞാൻ പോയിരിക്കും ചെയ്യും, കാണാൻ ചെയ്യും, കണ്ടിട്ട് വരികയും ചെയ്യും. അവനുള്ളത് ഞാൻ ഊക്കിയിട്ടേ ഞാൻ വരുള്ളൂ എല്ലാണത്തിനും. ഒരു ഫുൾ എൻഗേജിങ് അല്ല പടം, പക്ഷേ ആസ് യൂഷ്വൽ ഞാൻ ഒരു ടോവിനോ ഫാൻ ആയതുകൊണ്ട് ഫുൾ പോസിറ്റീവ്സ് പറയുള്ളൂ. ടോവിയുടെ ഒരു വൺ മാൻ ഷോ അത്രേ ഉള്ളൂ. ടോവിനോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, അല്ലാണ്ടൊരു തള്ളിമാര ഫീലൊക്കെ ആലോചിച്ചാണ് ഞാൻ വന്ന ട്രെയിലർ കണ്ടത്. പക്ഷെ അതൊന്നും ഇല്ല അതിൽ. ഫിലിമില് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൺ എലമെന്റ്, ഒരു എൻഗേജിങ് ആയിട്ടുണ്ട്, അല്ലാണ്ട് ഫിലിം ടോട്ടലി ഒരു എൻഗേജ് അല്ല, പക്ഷെ വൺ ടൈം വാച്ചബിൾ ആണ്. ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ട് ഫീൽ ചെയ്തേ. ടൊവിനെ കണ്ടിരിക്കാം. പിന്നെ സ്റ്റോറി വൈസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് നല്ലതുപോലെ വലിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ടൊവിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് സിനിമ കാണണമെന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. കാണുമ്പോഴേക്കും സിനിമയ്ക്കുള്ളിലെ സിനിമാക്കാരുടെ ലൈഫ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. ഇത് തന്നെയായിരിക്കും എനിക്ക്, കാരണം ഈ ഒരു പ്രമേയത്തിൽ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വ്യത്യസ്തമായിരിക്കും ഒരു സിനിമ കൊണ്ടുവരിക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് കുറേയൊക്കെ കാണിച്ചു. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് ധാരാളം പരാമർശങ്ങളുണ്ട്. അതായത് ഇന്ന് നടക്കുന്ന സിനിമ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫെഫ്ക, പിന്നെ ഒരു സിനിമ കഴിഞ്ഞാൽ മല കയറാൻ പോകുന്ന ഒരു നടൻ, പിന്നെ അങ്ങനെ ധാരാളം, ആന്റണി പെരുമ്പാവൂർ, അങ്ങനെ വെച്ചിട്ട് പിന്നെ ഓൺലൈൻ മീഡിയയിൽ ഇപ്പൊ നമുക്കിന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ഹൈദർ അലി എന്ന് അദ്ദേഹം ചെറിയൊരു റോൾ ഇതിനകത്ത് ചെയ്തിട്ട്, റോളെന്നല്ല ആ ഒരു പ്രസ് മീറ്റിലേക്ക് വരുന്നത്. അപ്പം അത് അങ്ങനെ അപ്പൊ നമുക്ക് സിനിമാ സംബന്ധിയായിട്ട് നമുക്ക് അപ്ഡേറ്റഡ് ആയി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ പല മലയാള സിനിമകൾക്ക്, അതായത് 50കളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു മലയാള സിനിമകൾക്കുള്ള ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് സീനായിട്ടാണ്. പക്ഷെ അത് ഒരു വ്യത്യസ്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിത്യഹരിത നായകൻ നമ്മൾ ഇന്നും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ശ്രീ പ്രേം നസീർ, അദ്ദേഹം പണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ശകലങ്ങൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു പാട്ടിൽ ആ ഒരു അദ്ദേഹത്തിന്റെ ഡയലോഗ് കയറി വരുന്നുണ്ടെങ്കിൽ അപ്പം അദ്ദേഹം അതിലൂടെ അതൊരു ത്രെഡ് ആയിട്ടാണ് അത് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ പിന്നെ ടൊവിനോയുടെ കഥാപാത്രം വരുന്നത് ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന് തന്റെ ആക്ടിങ് സ്കില്ല് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. മറ്റുള്ളവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു, അത് അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്ത് പിന്നീട് അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു നടൻ എന്ന രീതിയിലും കുറച്ച് മാറ്റങ്ങൾ. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, നല്ല രീതിയിൽ വ്യത്യസ്തമായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സൗബിനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി എനിക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കഥയിൽ കുറച്ചൊരു ഗ്രാഫ് ഒന്ന് ഇടിഞ്ഞതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സിനിമയിൽ വരുന്ന ചിലപ്പം കഥ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമാ സീനുകൾ, ഇതെല്ലാം എത്രത്തോളം എല്ലാവർക്കും കണക്ട് ആവുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്.
പിന്നെ ഒരുപക്ഷെ ഒരു അമ്മാവൻ സിൻഡ്രോം ഒക്കെ ബാധിച്ചവർക്ക് ചിലപ്പം ചില സീനുകളൊന്നും ചിലപ്പം അത് ഏറ്റെടുക്കണമെന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെന്നല്ല എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നിയേക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ഒരു സിനിമ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൂഡിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്തെ ഒരു സിനിമ പറയുന്ന കഥകൾ പറയുന്ന ഒരു സിനിമയാണ്. ഒരു ടൈം വാച്ചിങ് അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും. പടത്തില് അഭിനയം എന്ന് വെച്ചാൽ ഈ ഫിലിം അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹം ഉള്ളതല്ലേ, അവർക്ക് വേണ്ടി ഒരു ടൈം ഇരുന്ന് കാണാം, അല്ല കൂടുതലൊന്നുമില്ല. പോരാട്ടാ, സത്യം പറയാനാ കുഴപ്പമില്ല, നല്ല പടം. നല്ല ഫിലിമാണ്. നല്ല ഫിലിമാണ്. എടുത്തു പറയാൻ ടോമിനിയുടെ നല്ല നമ്മൾ പ്രതീക്ഷിച്ചത് അത്ര തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ ലൈക്ക് ഓരോ ക്യാരക്ടർ ലൈക്ക് വേറെ ഡിഫറെന്റ് എടുത്തോണ്ട് ഇത് വേറെ ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫീലായിട്ട് തോന്നി. അതായത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഫീൽഡിന്റെ എല്ലാ ഏറ്റക്കുറിച്ചുകളും അതിന്റെ ഗെയിമുകളും കളികളും എല്ലാം പ്രേക്ഷകനും അതിന്റെ അകത്തോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പിടിച്ചിരിക്കുന്ന, ഒട്ടും ബോറടിപ്പിക്കാത്ത, വിത്ത് ഫാമിലി നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ആഫ്റ്റർ ആവേശം, ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം. പിന്നെ ഇതൊരു എനിക്ക് തോന്നുന്നത് മറ്റേ മലയാള സിനിമകളിലൊക്കെ നടന്മാരും സൂപ്പർ സ്റ്റാറുകളൊക്കെ മറ്റ് നോർത്ത് ഇന്ത്യൻ ലോബി വെച്ച് നോക്കുമ്പോൾ അത്ര ജാടയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന് ഒരു തുറന്ന പുസ്തകമാണ്. കാരണം മലയാളത്തിൽ നിന്ന് ഇനിയും അവർക്കൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ടൊവിനോ എനിക്കൊരു ഹോളിവുഡ് ഫിലിം സ്റ്റാറിനെ പോലെ ഫീൽ ചെയ്തു. ഗംഭീര നടൻ തന്നെയാണ്, സംശയമൊന്നും. ഈ പടമാണ്. പിന്നെ സിനിമ അറിയാനും സിനിമയെ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും നന്നായിട്ട് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടോണ്ടിരിക്കുക എന്റർടൈൻമെന്റ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ട് സെക്കൻഡ് ഹാഫ് ആണ്. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയാൻ എല്ലാരും അഭിനയങ്ങളാണ്. ആ നടികർ എന്ന് പറയുമ്പോ അതിന്റെ അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല. പടം അത്ര പോരാ, വെറുതെ കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. നല്ല സിനിമ. എല്ലാവർക്കും നല്ല സിനിമ. കോമഡി വലിയ വർക്ക്. വളരെ നല്ല പടമായിരുന്നു. നല്ല അഭിനയമായിരുന്നു. പുതിയ കണ്ടന്റാണ്. നല്ല ബോറൊന്നും ഇല്ലാതെ നല്ല ശരിയൊക്കെ പടമായിരുന്നു. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാൽ ജൂനിയറിന്റെ മുമ്പത്തെ പടത്തെ കാട്ടി വന്നിട്ടുണ്ടോ? മുമ്പത്തെ സിനിമയും കാട്ടി വന്നിട്ടുണ്ടോ ലാൽ ജൂനിയർ? കൊള്ളാം. അല്ലല്ല മനസ്സിലായി. ഓ അങ്ങനെ വളരെ നന്നായിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു. ബാക്കാണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാൻ, എനിക്ക് അറിയണല്ലോ ബാക്ക് എന്താണ്. കൊള്ളില്ലെന്ന് പറയാൻ ഒരു ക്ലീഷേ പോലെ തോന്നി. ഒന്ന് കോമഡി ഇല്ല, ഒരു പാട്ടും കൊള്ളാന്നുള്ള അങ്ങനെയൊക്കെ ഒരുമാതിരി തോന്നിയുണ്ട്. ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തോന്നിയില്ല. മൊത്തത്തിൽ ഈ 2018 സംബന്ധിച്ച് ഇതൊന്നും അങ്ങനെ അഭിനയിക്കുന്നു. ലാൽ ജൂനിയറിന്റെ മുമ്പത്തെ പടത്തെ കാട്ടി ഇല്ലെന്നാണോ? അങ്ങനെ ഇല്ലാന്നല്ല, എങ്കിലും എല്ലാവരും അഭിനയിക്കുന്ന മൊത്തത്തിൽ മുന്നേ സിനിമ വെച്ച് നോക്കുമ്പോഴായിരിക്കും. എങ്കിലും ക്ലൈമാക്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഒരു കണക്ട് ആവുന്നില്ല സിനിമ.